നല്ല മൊരിഞ്ഞ ചൂടുള്ള പൊറോട്ടയും ഇതുപോലൊരു ചിക്കൻ റോസ്റ്റും രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ? വിഷമിക്കേണ്ട, ചിക്കൻ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. പൊറോട്ട ഇപ്പം തൽക്കാലം കടയിൽ നിന്നെങ്ങാനും വാങ്ങാന്നേ. എന്നാൽ പിന്നെ വേഗം നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുഴുവൻ പെരിഞ്ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്, ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതേ ഓയിലിലേക്ക് തന്നെ നമുക്കൊരു 5-6 പച്ചമുളക് ഒന്ന് കീറിയതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് അതും കൂടി കോരി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ റോസ്റ്റിലേക്ക് നമുക്ക് ഇത്ര എണ്ണ വേണ്ട. അപ്പോൾ കുറച്ച് എണ്ണ മാറ്റിയ ശേഷം ബാക്കി എണ്ണയിലേക്ക് നമുക്കൊരു 3 സവാള സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ വഴറ്റിയെടുത്തോളൂ. ഇനി നന്നായിട്ട് വഴണ്ട സവാളയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും 2 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തത് ഈ ഗ്രേവിയിലേക്ക് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് ഓയിലും ഇതിലേക്ക് ഒഴിച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി തൂകിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാ, ചിക്കൻ വാങ്ങാൻ പോവുകയാണോ അതോ പൊറോട്ട വാങ്ങാൻ പോവുകയാണോ?